ഇന്ന് തൊട്ട് നമ്മുടെ നാളേരം പൊളിക്കല് തുടങ്ങിയിട്ടാ. അപ്പൊ ചാക്കെടുത്തേ ടൈല് പതിച്ചു തുടങ്ങിയിട്ടാ. അപ്പൊ ഉള്ളിൽ നമ്മുടെ നീല കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഞാനേ ഒരു ചാക്കിലേക്ക് പറക്കിട്ടു. അപ്പൊ പിന്നെ കൂടുതൽ നടക്കണ്ടല്ലോ. നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ എല്ലാവരുടെ ചോറ് കൊടുക്കലും കഴിഞ്ഞുട്ടാ. അതില് ബോൾട്ട് പോലെ പിന്നെ ഇപ്പൊ തൊട്ടേ നമ്മള് രാവിലെ ഇല്ലേ എന്നും ആദ്യം പറമ്പിലേക്ക് വരും. വാ ടൈസും കൊണ്ട് മുന്നേ നടന്നത്. എന്നിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ടൈസും കൊണ്ട് വാ. അപ്പൊ കളയാൻ വിചാരിച്ച് നമ്മുടെ കുട്ടിപ്പട്ടങ്ങൾക്ക് മൊത്തം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ എന്താ പറയാ ടാങ്കിന്റെ പണി ടൈല് പതിച്ചു തുടങ്ങിയിട്ടാ. അപ്പൊ ഉള്ളിൽ നമ്മുടെ നീല കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകി. കാരണം ഗ്രില്ല് പണിക്കാരുടെ പണി കഴിഞ്ഞിപ്പോൾ 2 ദിവസമായിട്ടുള്ള പോയിട്ട്. അപ്പോൾ അവരുടെ പണി കഴിഞ്ഞിട്ടാണ് ഇവരെ ആക്കാൻ പറ്റുള്ളൂ. കാരണം കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ അടുത്തേക്ക് ഓടി വരുമല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു സെക്ഷൻ തിരിച്ചിട്ടുണ്ടാകാരനേ. അപ്പോൾ ഇന്നലെ തൊട്ട് ഇവരെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് കഴിയുന്നതാണ് വിചാരിക്കണേ. കുറച്ചുണ്ട് നമുക്ക്. അവിടെയായാലും നമ്മുടെ മരത്തിൻ്റെ ചുറ്റും കെട്ടിയിട്ടില്ലേ, അതിൻ്റെ ചുറ്റൊക്കെ അത്യാവശ്യം ടൈലൊക്കെ വിരിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പണിയുണ്ട്. പക്ഷെ എല്ലാവരും പണി ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ പണി കഴിഞ്ഞിട്ട് അടുത്ത ഓരോ പണി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നേരം വൈകി പോണത് കേട്ടാ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളികേരം പൊളിക്കുന്ന ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് മുന്നേ പറമ്പൊന്ന് നനയ്ക്ക് കൂടി വേണം. നമ്മുടെ ഒരു കുക്കമുറ ഉണ്ട്, അത് പൊട്ടിക്കാം നമുക്ക്. ഈ കുക്കമുറ ഉണ്ടാ കുത്തി കൊടുത്താൽ ആ കൊള്ളിത്തറിയും കൂടെ കയറി ഇങ്ങനെ ഹൈറ്റ് പോകുന്തോറും ഇത് കുക്കമുറ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു കയറും കൂടി കെട്ടി അങ്ങോട്ട് വലിച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് കയറുമിക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കുക്കമുറ ആയാലും നമുക്കറിയാമല്ലേ, നമ്മൾ പല പ്രാവശ്യം ഇതൊന്ന് പൊട്ടിക്കിട്ട് കാട്ടിയിട്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും കളയാറായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടുത്തൊരു കുക്കമുറ തൈ നട്ട് അത് വന്ന് കിട്ടണ വരെ നിർത്തിയിട്ടുള്ള കേട്ടാ. വൈറ്റ് സ്നോ കുക്കമുറ ചെറുതായിട്ടാ, മറ്റേ നല്ല വലിപ്പം ഉണ്ടാവാറില്ലേ. ഇനിയും കിട്ടും നമുക്ക്, കളയണില്ലേ അത് കാരണം. പക്ഷെ അതിൻ്റെ കടയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ ഭംഗിക്കുറവായാലും ഇത് മിണ്ടായി കിട്ടണ കാരണം നമുക്ക് നിർത്താം. കണ്ടതൊക്കെ ഇതൊക്കെ കണ്ട പെട്ടെന്ന് തന്നെ വലുതാവും. ഇത് കണ്ട, പിന്നെ നോക്കി ഇപ്പുറത്ത് നോക്കിയേ കണ്ട, ഈ പുതിയൊരു തല നീണ്ടു പോണേമ്മ കണ്ട. പൊടിപ്പ് വരുന്നത് നല്ല എന്താ പറയുക, നല്ല തളിർത്തോടെ വരുന്നുണ്ട്. അപ്പം അതും ഉണ്ടാവണമുണ്ട് നന്നായിട്ട്. ഇന്ന് നമ്മൾ വീട്ടിലത്തെ പറമ്പിൽ 2 കുക്കുമ്പർ മാത്രമേ പൊട്ടിക്കണുള്ളൂ കേട്ടാ. ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് എന്താ പറയുക, കൊപ്ര പണിക്കുള്ള കാരണേ നമ്മുടെ കൂർക്ക, നമ്മുടെ വീട്ടിലത്തെ കൂർക്ക തന്നെയാണ് കേട്ടാ. അപ്പം അത് ഒരു മെഴുക്ക് പൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ കറിയൊന്നുമില്ല, ഞാൻ ഷായിട്ടിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഒന്ന് ഇങ്ങനെ മതിയെന്ന് വെച്ചു. പിന്നെ അതായത് ഇന്നലത്തെ നമ്മുടെ മീൻ കറി ഇരിക്കിയിട്ട് കുറച്ചുള്ളൂ, ഇത് മതി.
പിന്നെ നമ്മുടെ നോക്കിയേ റൂബിക്ക് ഉപ്പിലിട്ട് നോക്കിയണ്ട ഇപ്പൊ എത്ര ദിവസമായിട്ട് നോക്കിയേ ഒരു കേടൂല. ഞാൻ പറഞ്ഞില്ലേ പാടൊന്ന് മുകളില് പലരും പറയും നമ്മുടെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുകളിൽ പാട് വരുന്നു ഒരു വെള്ളപ്പാട. പക്ഷെ ഇതിനതൊന്നും ഇട്ടിട്ടാ തുറന്ന് കാട്ടിത്തരാം. കണ്ട നോക്കിയേ ഈ സമയത്ത് മുളകൊക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാട്ടാ. അതേപോലെ തന്നെ ഉപ്പിലിട്ട വെള്ളമില്ലേ അതും കൂടി ഉണ്ടെങ്കിൽ ചോറിന ഭയങ്കര രസമാണ്. അപ്പം ഇന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ കൊപ്ര പണിയിലേക്ക് പോവാ. കൊപ്ര പണിയിലാണ് നാളികേരം പുളിക്കലെ പണിയിലേക്ക്. അതിൻ്റെ കൊപ്ര എന്നാ വരുന്നത്. കാരണം നമുക്ക് കൂടുതലും കൊപ്രയായിട്ട് ഇരിക്കുന്നുണ്ടാവുക നാളികേരത്തിലേ. അതായത് ഒരു കൊല്ലയല്ലോ നമ്മളിങ്ങനെ നാളികേരം ഇട്ടിട്ട്. ഇനി അപ്പോൾ നമ്മുടെ നാളികേരം പണിയിട്ടാ. അപ്പോൾ ഞാനിത് പണ്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ തന്നെ നമ്മുടെ അവിടെ പടിക്ക് നടക്കുന്ന കാരണം അവിടെ ഒരു കള്ളിയിലായിരുന്നു നമ്മൾ നാളികേരം ഇട്ടിരുന്നു. അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമയമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് നാളികേരം പൊളിക്കൽ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ പറമ്പിലേക്കും പോകേണ്ട വരില്ല ആവശ്യങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം മതി ഇത് പൊളിക്കാനായിട്ട്. അപ്പോളേ ഇവിടെ ഈ മരത്തിൻ്റെ ചില്ലേക്കുള്ള കാരണേ ഇവിടെ ചിലപ്പോൾ അങ്ങ് മഴുവിൻ്റെ കൊമ്പ് മഴു നമ്മളിങ്ങനെ വെട്ടുന്ന സമയത്ത് വല്ല തടഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. അപ്പം അങ്ങോട്ട് കുറേശ്ശെ എടുത്തിട്ടിട്ട് അവിടെ നിന്ന് പൊളിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിലൊരു വട്ടമാണ് നാളികേരം പൊളിച്ച് ഉണക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഇട്ട് കഴിയുമ്പോഴേക്കും ഇപ്പം ഈ സമയത്ത് വെള്ളമില്ല, കൊപ്രയായിട്ടാണ് കിടക്കണേ. സുഖമായിട്ട് വേഗം പൊളിക്കാനും പറ്റും. കേട്ടോ അങ്ങനെ സുഖമായിട്ട് നമുക്ക് പൊളിക്കാൻ കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുള്ള കാര്യം കേട്ടോ കൊപ്രയായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും എളുപ്പമാണ്. അയ്യോ ഞാൻ ബക്കറ്റ് എടുക്കാൻ മറന്നത് ഇടാനായിട്ട്. എടുത്തിട്ട് പറ്റേട്ടാ ചാക്കെടുത്തേ. ചില നമ്മൾ അവിടെ അടുത്ത് തന്നെ എടുക്കണം കേട്ടാ. ചിലത് നല്ല സുഖത്തിൽ കടന്നു പോരും. ചിലത് നമ്മൾ ഈ കുറച്ച് ഇങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കത്തിയെടുത്തിട്ട് ഇങ്ങനെ കുത്തി എടുക്കാനേ വേണം. എന്നാലും ഉണക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം ഇനി വേഗം പൊളിക്കട്ടെ.
ചായക്ക് ചായ തുടക്കണം. ചായക്ക് നമ്മൾ കടി മേടിച്ചിരിക്കുക കേട്ടാ. ഇന്ന് ഞാൻ വെക്കാനൊന്നും ഒന്നുമില്ല. പിന്നെ നമ്മുടെ പണിക്കാർക്ക് രാവിലെ ഒരു ചായ വേണമെന്ന് മാത്രം നിർബന്ധമുള്ളൂ കേട്ടോ. വേറെ കടി വേണമെന്നൊന്നുമില്ല. അതല്ല നമ്മളിങ്ങനെ കൊടുക്കും. ഇന്നിപ്പോൾ ഇതാ ഉഴുന്നുവടയാണ് മേടിച്ചോണേ. ഇവിടെ വയ്ക്കല്ലേ? എല്ലാവർക്കുള്ള ചായ ഇവിടെ കഴിച്ചാൽ പോലെ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ 2 പാത്രം കൂടി കൊണ്ടിടാനുള്ള അത്രയായിട്ട് നമ്മൾ ഇന്ന് പൊളിച്ചിട്ടുള്ളൂ. പിന്നെ നാളെ ഇനി ബാക്കി. ഞാനേ ഒരു ചാക്കിലേക്ക് പറക്കിട്ടു. അപ്പോൾ പിന്നെ കൂടുതൽ നടക്കണ്ടല്ലോ. ഇതാകുമ്പോൾ സുഖം. പിന്നെ വലിയ ഭാരമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ 4:30 പൊളിക്കൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ എല്ലാവരുടെ ചോറ് കൊടുക്കലും കഴിഞ്ഞു കേട്ടാ. അതിൽ ബോൾട്ട് പോലെ പിന്നെ ഉറക്കത്തിന് കുറവാണല്ലോ. പിന്നെ ഇതാ മറഡോണയും നമ്മുടെ റൊണാൾഡോ ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കാനുള്ളൊരു ഗുസ്തി നടത്തുന്നുണ്ട്. ഫ്ലാറ്റിന് മോൻ ഉറങ്ങി തുടങ്ങിയിട്ടാ. മെസ്സി കുട്ടിന് ഉറങ്ങി, നെയ്മർ കുട്ടിന് ഉറങ്ങി, കല്യാണിക്കുട്ടി ഇതാ ഇപ്പം ഉറങ്ങും പതുക്കെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ എൻ്റെ അടുത്തുള്ള അവരുടെ കളി? അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നതന്നെയാണ്. മറഡോണ നീങ്ങി കൊടുത്തു. റൊണാൾഡോ മോനെ അടുത്ത് കൂടി. ഏറ്റവും ബെസ്റ്റ് ബോൾട്ടാണ്. ബോൾട്ടിന് എന്തിനും ഉറക്കം കുറവാന്ന് അറിയും. എപ്പോഴും എന്തേലും കടിച്ചിരിക്കവേ. പ്ലാറ്റിനി മോനൊക്കെ നല്ല കണ്ണടത്തഞ്ഞ് പോവാ. പ്ലാറ്റിനി മോൻ്റെ എന്നിട്ട് പിന്നെ ഉറങ്ങി നോക്കോട്ടെ. ബോൾട്ട് കേടുന്നുള്ളൂ. കുറെ അങ്ങോട്ട് ഉരുളും കുറെ അല്ല ബോൾട്ടല്ല നമ്മുടെ നെയ്മർക്കുട്ടെ.
എൻ്റെ മോനെ ഉറങ്ങണ്ടേ? ഞാൻ അവിടേക്ക് ഇരിക്കാതെങ്കിലേ ആ തിണ്ടത്തിരിക്കണെന്ന് വെച്ചാൽ എല്ലാവരും ഓടി വന്ന് മുട്ടി കൂടെ ആയിരിക്കും. ഇവിടെ കാരണം അവർക്ക് അറിയാം അവിടെ കെടുപ്പ് ശരിയാവില്ല എന്ന്. എൻ്റെ മോനുണ്ട്. എൻ്റെ മോനെ തിട്ടാ നമ്മളെ ഈ പറമ്പിലേക്ക് പോകുന്നു. അതായത് മത്തങ്ങ പൊട്ടിക്കാറായിട്ടുണ്ടേ. അപ്പം അത് പൊട്ടിക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാളികേരത്തിൻ്റെ പണിയെന്നും പറഞ്ഞിട്ട് പറമ്പിലേക്ക് വരാണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്നും എത്ര വലിയ പണിയെടുക്കായാലും പറമ്പിലേക്ക് ഒന്ന് എത്തണം. അപ്പോൾ അതായത് നമ്മുടെ കാബേജ്, കോളിഫ്ലവർ അവർക്കൊക്കെ ഇത്തിരി ചാണകവെള്ളം ഒഴിക്കണം. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമല്ലോ കേട്ടാ. അപ്പോൾ ആദ്യം അതൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് മത്തങ്ങ പൊട്ടിക്കാം. മുളകും കണ്ടോ, ഇത്തിരി ഉള്ള മുളക് പഴുത്തത് അതും പൊട്ടിക്കണം. ഇതേ കളയാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷേ ഉള്ള മുളകൾ പഴുത്ത് കിട്ടണ വരെ നിർത്തി നോക്കുക നമ്മൾ. നമ്മളെ ഡ്രമ്മിൽ ചാണം അതേപോലെ തന്നെ കുറച്ച് പുല്ലിൻ്റെ ഒക്കെ ഇട്ടിട്ട്, അതായത് നമ്മളിപ്പോൾ ചീരയുടെ ഇലയും ഇലയും ഒക്കെ കൂടിയിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ ചീഞ്ഞിട്ടുള്ളതാട്ടത്. നമ്മൾ കുറച്ചെടുത്തു. ഇനി അതേപോലെ തന്നെ നന്നായിട്ട് നേർപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ ജൈവമായത് ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന് പറയുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. കാരണം നന്നായി നേർപ്പിച്ചിട്ടല്ലേ. നമ്മുടെ കാബേജ് ആട്ടാ. ഈ വരി നിൽക്കുന്നത് കോളിഫ്ലവർ. നമ്മുടെ വീട്ടിലത്തെ കാബേജും കോളിഫ്ലവറൊക്കെ വലിയ തയ്യായിട്ടാ. ദേ പേളിക്കുട്ടിയും ടൈസനും പുല്ലുതിനാ നടക്കവര്. ഇപ്പൊ തൊട്ട് ടൈസന് എന്നും വരാന്നേ. അവൻ വരുന്നതൊന്നും കാണില്ല. കാണാണ്ട വരാൻ ഞാൻ, പക്ഷെ അവന് പിന്നാലെ അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ തക്കാളി തൈകൾ, തക്കാളിയുടെ ഈ കടക്കിലൊക്കെ മുളയ്ക്കുന്നത് ചീരത്തൈ കേട്ടാ. ഓരോ തുള്ളീച്ച് ഒഴിക്കണ്ടോട്ടാ, കൂടുതലൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ദിവസം കുറേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആഴ്ചയിൽ പിന്നെ ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ശരിക്കും 2 പ്രാവശ്യമായിട്ട് തന്നെ ആഴ്ചയിൽ നമ്മൾ ചെയ്യുക അങ്ങനെ കേട്ടാ. ഒഴിച്ചു കൊടുക്കുക, ഒരുമിച്ച് ഒഴിക്കില്ല. ഇന്നിപ്പോൾ ഇവർക്ക് 2 പേർക്കും പിന്നെ അപ്പുറത്തെ ഒരാൾ അവർക്കും കൂടി ഇന്ന് ഒഴിക്കുള്ളൂ. എല്ലാവർക്കും ഒരു ദിവസം ഒഴിക്കാൻ എന്നാലേ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പം തൊട്ടേ നമ്മൾ രാവിലെ ഇല്ലേ എന്നും ആദ്യം പറമ്പിലേക്ക് വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? നോക്കിയേ, അബിയു നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവണത്. ഇതുമ്പോൾ നിറച്ചുണ്ടാവണതായിരുന്നു. ഇതുമ്പോൾ മറ്റേ വെള്ള ഒരു സൈസ് സംഭവമില്ലേ, അത് വന്ന് പെട്ടു. നിറച്ചിങ്ങനെ പറ്റി പിടിച്ചിട്ട് വെള്ളപ്രാണി പോലത്തെ. അപ്പോൾ അതിലാണ് കുറേ കൊഴിഞ്ഞത്. അപ്പോൾ ഈ 2 എണ്ണം മാത്രമേ ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ 3 ദിവസം നിൽക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മഞ്ഞ കളർ കയറി തുടങ്ങി. ഇതിൻ്റെ അടിയിലേക്കും കൂടി ഉണ്ട് കുറച്ചും കൂടി മഞ്ഞ കളർ വരാൻ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുമില്ല. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക്, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ വന്ന് കിട്ടിയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ അതേത് വെക്കി നിറച്ച് പൂവിടുണ്ട്. ഈ പൂ വരുന്ന സമയത്താണാവും ഇനി മറ്റേ വെള്ള പ്രാണി പോലത്തെ സംഭവം വരിക. അതൊന്നും അറിയില്ല, ഇപ്പം കാണാനില്ല. ഇതിപ്പോൾ നിറച്ച് പൂ വന്ന സമയത്തായിരുന്നു അതന്ന് വന്നത്. അതിൻ്റെ പിന്നിലൊക്കെ കൊഴിഞ്ഞു പോയി. എന്നിട്ട് ആകെ 2 എണ്ണം കിട്ടുള്ളൂ നമുക്ക്. കാരണം ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഓടി വരും.
ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നിറച്ചാക്കട്ടെ, എന്നിട്ട് പോവാം. നമ്മൾ ശരിക്കും 3 സ്റ്റെപ്പായിട്ടാണ് ക്യാബേജും കോളിഫ്ലവറും വെച്ച് കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ ഒരു സ്റ്റെപ്പ്, അത് നമുക്ക് ഈ മഴയുടെ ഇത് കഴിഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷേ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, പക്ഷേ ചെടി നല്ല വലിപ്പം വന്നിട്ടുണ്ട്. പിന്നത്തെ ഒരു സ്റ്റെപ്പ് വെച്ചത് ഇതാണ്. പിന്നത്തെ ഒരു സ്റ്റെപ്പ് വെച്ചതാണ് നമ്മളിപ്പോൾ അവിടെ ഒഴിച്ചില്ലേ അത് കേട്ടാ. നമ്മുടെ കുക്കമ്പറാട്ടാ. ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും പേർക്ക് ഇങ്ങനെ ഒഴിക്കണുള്ളൂ. ഇന്നലെ നമ്മൾ കേട്ടാ, ഇത് നമ്മുടെ ഇതിട്ടാ ചോളം. ഇന്നലെ നമ്മുടെ ഈ ചോളത്തിനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ചോളം ഇത്തിരി കൂടി വലുതായി കഴിഞ്ഞ് നമ്മൾ കോഴിക്കാട്ടിട്ട് കൊടുക്കും. കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിൽ നിർത്തുന്ന പോലെ നിർത്തുക, കാരണം അത്രയും നനവ് വേണം. കാരണം പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തിട്ടാ കോഴിക്കാട്ടം നല്ലതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചോളത്തിന്. പിന്നെ ഇത് നമ്മുടെ ചുണ്ടങ്ങ, ഇത് ഇവിടെ തന്നെ ഉണ്ടായതാട്ടാ, നിറച്ചുണ്ടായുണ്ട്. കുറച്ചും കൂടി വലുതാവണം. ഇത് മെയിനായിട്ട് ഈ ചുണ്ടങ്ങ നമുക്ക് ഇതിന് എന്താണെന്നറിയോ കൊണ്ടോട്ടം ഉണ്ടാക്കാനായിട്ട് നല്ല രസം കൊണ്ടോട്ടാക്കിയ. ഇനി എല്ലാവരുടെ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് പോട്ടെ. നമ്മുടെ ഉള്ളി ഇപ്പോൾ കാറ്റായ കാരണേ ഉള്ളിയുടെ തണ്ടുകൾ നന്നായിട്ട് ഒടിയുന്നുണ്ട്. ഈ ഒടിഞ്ഞ തണ്ടുകളൊക്കെ നമുക്ക് പതുക്കെ അരിഞ്ഞെടുത്തിട്ട്, ഒടിഞ്ഞത് മാത്രം അരിഞ്ഞെടുത്തിട്ട് ചിക്കൻ കറിയിലോ അല്ലെങ്കിൽ ഒരു ഉള്ളി ചമ്മന്തി കരയ്ക്കുമ്പോൾ അതിലൊരു തുണ്ടൊക്കെ ഇട്ടാലേ ഭയങ്കര ടേസ്റ്റ്. അത് മാത്രമല്ല തോരൻ വയ്ക്കാം. ഫുള്ളായിട്ട് അരിയരുത്. ഇപ്പം ഇതിങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നത് മാത്രം കൊണ്ടുപോകാം, നമുക്ക് അത്രേ പറ്റുള്ളൂ കേട്ടാ. പൂവാറായിട്ടില്ല ഏട്ടാ, പൂവാറായിട്ടിലേക്ക് ഇടുന്നോ, എണീക്കണ്ട. നോക്കിയേ കാറ്റത്തെ മാവിൻ്റെ നോക്കി കൊമ്പ് കണ്ടോ ഒടിഞ്ഞു വീണ്ടത്. നല്ല കാറ്റപ്പോൾ ഇവിടെ നോക്കിയേ നിറച്ച് പൂവുള്ള ചില്ലിയാണ് ഇങ്ങനെ ഒടിഞ്ഞു വീണിട്ടുള്ളത്. മൂവാണ്ട മാവാട്ട നമ്മുടെ ഈ പറമ്പിലുള്ളത് 1 2 3 മാവ് മൂവാണ്ടനാണ്. പിന്നെ വേറൊരു മാവുണ്ട്. ആ മാവ് എന്താ പറയുക, ഇപ്പോഴും ഒരു പേര് കിട്ടാത്ത മാവാണ് എനിക്കത്. ഭയങ്കര ടേസ്റ്റാണ്. വട്ടം മാങ്ങയുടെ ടേസ്റ്റ് പോലെ തോന്നും, പക്ഷെ വട്ട മാങ്ങയുടെ ഷേപ്പല്ല. നല്ല വലുപ്പമുള്ള മാങ്ങ, അത് മാത്രമല്ല നല്ല കഴുമ്പൊക്കെയുള്ളൊരു മാങ്ങ. ഇപ്പോഴും എനിക്ക് പേരേ കിട്ടിയിട്ടില്ല ആ മാങ്ങയുടെ. നല്ല ടേസ്റ്റാണ്. നമുക്ക് മത്തങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് പോവാം. കുട്ടിയെ എനിക്ക് കടിക്കാൻ പിണങ്ങണ്ട, 2 ആൾക്കും തരാം. അതിന് ടൈസും കൂട്ടിനെ കടിക്കേണ്ട പ്രായം കഴിഞ്ഞു. അവരൊന്നും കടിക്കില്ല, വെറുതെ ഇട്ട് കൊടുക്കാൻ. പിണങ്ങണ്ട, ടൈസാ. എന്നാൽ പേളിക്കുട്ടിക്ക് കടിക്കാം.
ഞാൻ മത്തങ്ങ പൊട്ടിക്കണേക്കാൾ മുന്നേ നമ്മുടെ പഴുത്ത മുളക് ആദ്യം പൊട്ടിച്ചെടുക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ മത്തങ്ങ പൊട്ടിച്ചാൽ അവർക്ക് അങ്ങനെ മറന്നു പോവേ. നമ്മളിപ്പോൾ തന്നെ പലപ്പോഴായിട്ട് മുളക് പൊട്ടിച്ചിട്ട് ഇപ്പം നമുക്കിത് പൊടിപ്പിക്കാനുള്ള മുളകൊക്കെ ആയി തുടങ്ങിയിട്ടാ. ഇനി നമുക്ക് കൊത്തമ്പര പൊട്ടിക്കണം. ഇപ്പം നോക്കിയത് ഇത്രയും മുളകായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തത്. ഈ കൊത്തമ്പരയുടെയും എന്താ പറയുക കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറിച്ച് കളയണില്ല. കാരണം എന്താണെന്നറിയോ, ഇതിങ്ങനെ ഇത്തിരീശ് ഇല ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആകെ 4 കടയിലുള്ളൂ. കുറേ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടായേനെ. ഇപ്പം ഇതൊക്കെ കണ്ടത് നമ്മൾ നട്ടുകൊടുത്ത് നോക്കിയാൽ ഇവിടുത്തെ കണ്ട ഇതുമ്പോൾ ഉണ്ടാവണം നോക്ക്. ഉണ്ടാവും ഇതേപോലെ ഉണ്ടാവണേ. അപ്പോൾ അതിങ്ങനെ പറിച്ച് കളയാൻ തോന്നുക, കളയണില്ല. പക്ഷെ ഇവിടെ നട്ടുകൊടുത്ത് നോക്കിയേ കണ്ടോ, വന്നു കഴിഞ്ഞാൽ ഇതാണ്. അതേ നിറച്ച് പുല്ല. അപ്പോൾ പുല്ല് വലിക്കാൻ തോന്നും. ഇന്ന് വലിക്കണില്ല, വേറെ ദിവസം വലിക്കാം. നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കത്തിര എടുക്കട്ടെ ഞാൻ. കത്തിര സുഖം നമ്മുടെ ഇത് പൊട്ടിക്കാൻ. കത്തിര ആകുമ്പോഴേ നല്ല സുഖമാണ് പൊട്ടിക്കാനേ. കാരണം ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവും, ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ ഒരെണ്ണം ഉണ്ടാവും. അപ്പം അത് മുറിയരുത്. കണ്ട എൻ്റെ കത്തിരയുടെ മൂർച്ചയ്ക്കും കുറവാ. പുതിയ കത്തിര ഇവിടെ കൊണ്ടുവയ്ക്കണം. ഈ പറമ്പിലൊരു കത്തിര, ഒരു കത്തി, ഒരു വെട്ടുകത്തി ഒക്കെ സ്ഥിരടേ. ഇത് കയറ് കെട്ടി വിടണമെന്ന് വിചാരിക്കും. നീണ്ടു പോണേനെ. അടുത്തോട്ട് വരുമ്പോൾ കയറ് കൊണ്ടുവരണം. അപ്പോൾ കളയാൻ വിചാരിച്ച് നമ്മുടെ മുളകുമ്പൊന്നും നമ്മുടെ കൊത്തമ്പരയൊന്നും കണ്ട എത്രയും കിട്ടി. ഇനി നമ്മൾ കളഞ്ഞിട്ടില്ല, ഇനിയും കിട്ടും. ഇതേപോലെ തന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും കിട്ടും. ഇങ്ങനെ മത്തങ്ങ പൊട്ടിയിട്ട് മുറിക്കാം. നമ്മുടെ കുട്ടിപ്പട്ടങ്ങൾക്ക് മത്തങ്ങ ഇപ്പോഴും വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിനാണ് മുറിച്ച് കൊണ്ടുപോകാൻ മത്തങ്ങ. അത് ഇപ്പോഴും കണ്ട ഇതിലടി ഇവിടെ നോക്കിയേ ഉണ്ടായി നിൽക്കണേ. എന്താ അങ്ങനെ മത്തങ്ങ ഇതിനുള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ അവിടെ മത്തങ്ങ പടർന്നപ്പോൾ ആ ഭാഗം വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോഴേക്കും ഇവിടെ അടുത്തൊരു മത്തങ്ങ പടർന്നു. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെയായി. അതെടുത്ത് വൃത്തിയാക്കണം. ചെറിയ കണ്ട ഓരോ തലയിലും ഉണ്ടാവണേ ഉണ്ടോ. അപ്പം അത് കാരണം മത്തങ്ങയുടെ ഇഷ്ടത്തിന് പടർന്നോട്ടെ നിൽക്കുക. ഇനി നമുക്ക് പോവാട്ടാ. ഇനി ഇത്രേ കാര്യങ്ങൾ ചെയ്യണുള്ളൂ. വെളിക്കുട്ടിയെ വാ, ടൈസും കൂടെ നടന്നു അല്ലേ പാവം. വയ്യോ ആ വാ. ടൈസും കൊണ്ട് മുന്നേ നടന്നത് എന്നിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ടൈസും കൊണ്ട് പാവം. വാ അങ്ങനെ ഞങ്ങളുടെ നാളനും പൊളിക്കല് കഴിഞ്ഞു എന്ന് പറയാട്ടാ. ഇന്ന് ലാസ്റ്റ് ദിവസത്തെയാ. നാളികേരേ ചിലത് പൊളിക്കുമ്പോൾ നല്ല സുഖമായിട്ട് കൊപ്പറയായിട്ട് കിട്ടി. ചിലത് മാത്രം ഇത്തിരി പിടിച്ചിരിക്കുന്നതുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ വെയിലത്ത് വയ്ക്കും. അല്ലാത്തത് കടർത്തിയെടുക്കുക. ശരിക്കും
ഞങ്ങളുടെ മറ്റുള്ള പണികൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടാ. അത് കാരണം എത്ര 2-3 ദിവസമൊക്കെ അല്ലെങ്കിൽ ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് കാക്കാറുണ്ട്. ഇതിപ്പോ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നൂല. ഇങ്ങനെ 2-3 ദിവസമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ടൊക്കെ പൊളിച്ച് അവസാനിപ്പിക്കുമ്പോഴേ. ഇങ്ങനെ സുഖമായിട്ട് അടർന്ന് പോരാൻ പറ്റണതൊക്കെ ഞാൻ അടർത്തിയെടുക്കണേ. തീരെ പച്ചയായതൊന്നും തീരെ പറ്റില്ല അങ്ങനെ അടർത്താൻ. അപ്പം ഇതൊക്കെ ഒരുവിധം ഇനി വെയിലത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെക്കും. എന്നിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതും ഇതേപോലെ തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം കഴിഞ്ഞ നാളേരം പൊളിക്കലൊക്കെ ഇനിയിപ്പോൾ ഇതും കൂടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാളികേരം പണി കഴിഞ്ഞു. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റ വീഡിയോയിലാണ് നമ്മുടെ ഈ നാളേരം 3 ദിവസം കൊണ്ട് പൊളിക്കുന്ന വീഡിയോ. അതായത് 3 ദിവസമാണ് നമ്മൾ നാളേരം പൊളിക്കെടുത്തത്. പക്ഷെ അതൊരു വീഡിയോയിലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഷൈഡ് മുന്നേ പറഞ്ഞല്ലോ, നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നാളേരം പൊളിക്കും, പിന്നെ നമ്മുടെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ചെയ്യും. പിറ്റേ ദിവസം അതേപോലെ കുറച്ച് നേരം നാളേരം പൊളിക്കാൻ സമയം കണ്ടെത്തും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നാളേരം പൊളിച്ച് അവസാനിപ്പിക്കുക. ഇത്ര അധികം എന്താ പറയുക 2 ദിവസമായിട്ട് കൊപ്ര എന്താ പറയുക നമുക്ക് വെയിലത്തിടുമ്പോഴൊന്നും ഇത്ര ഭാരം തോന്നിയിട്ടില്ല. ഇതിൽ കുറച്ച് പച്ചയുണ്ടേ, പച്ചയും കൂടി ഇങ്ങനെ അടർത്തിയെടുക്കാവുന്നത് കൂടി ഞാൻ എടുത്തു. ആ കാരണം ഇത്തിരി വെയിറ്റ് ഈ ഓട്ടത്തിൽ വേണ്ട. മോനെ പാത്രം പൊട്ടി. നമ്മുടെ കൊപ്ര പണിയോട് കൂടിയിട്ട് ഈ പാത്രം പൊട്ടി. ഞാൻ പച്ചനാളികേരായാലും ഒരുവിധം അടർത്തിയെടുക്കാൻ നോക്കി, അതാണ് ഇതേപോലെ കഷ്ണങ്ങളായത്. 2 സെപ്പറേറ്റ് ആയിട്ട് ഉണക്കണം. അതൊക്കെ സാധാരണ നല്ല ഉണങ്ങിയ കൊപ്രയായിരുന്നു. ഇത് കുറച്ചുകൂടി പച്ചയുണ്ട്. അങ്ങനെ നമ്മുടെ നാളേരം വെട്ടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ എന്താ പറയുക, ഇത് കുറച്ച് ദിവസം ഉണക്കാൻ വേണം ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്.